നമ്മുടെ ജീവിത യാത്രയിലെ അലസതയെ ഇല്ലാതാക്കാനും നമ്മളുടെ കൈകളുടെ ബലത്തെ വർദ്ധിപ്പിക്കുവാനും നമ്മളുടെ ശരീരത്തിന്റെ ബാലൻസ് വർദ്ധിപ്പിക്കുവാനും അതിലൂടെ നമ്മളുടെ മനസ്സിന്റെ സന്തുലിതാവസ്ഥയെ വർദ്ധിപ്പിക്കുവാനും ഈ നേട്ടങ്ങളെല്ലാം ഒരുമിച്ച് നേടാൻ കഴിയുന്ന ഒരു ആസനമുണ്ട്. ആ ആസനമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആസനത്തിന്റെ പേര് കാകാസനം. ഈ ആസനം ചെയ്യുന്നതിന് പ്രധാനമായും വേണ്ടത് നമ്മളുടെ കൈയുടെ പവറാണ്. ഈ കൈയുടെ പവറിലാണ് ഈ ആസനം ചെയ്യുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കോണേ. നമ്മുടെ കൈകൾ തറയിൽ ഇതേപോലെ കുത്തുക. എന്നിട്ട് നമ്മളുടെ മുട്ട് നമ്മളുടെ കാലിന്റെ നമ്മളുടെ കൈയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ല, ട്രൈസെപ്സ് ഭാഗത്തിൽ നമ്മളുടെ കാലിന്റെ മുട്ട് കയറ്റി വെക്കണം. ഇതേപോലെ കണ്ട, ഇങ്ങനെ കയറ്റി വെച്ച് കൈയുടെ ബലത്തിൽ, പൂർണ്ണ ബലത്തിൽ കാലിന് മേളിലേക്ക് ആസനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ ബാലൻസ് വളരെ ശ്രദ്ധിക്കുക. ചിലപ്പം നമ്മുടെ കൈയുടെ ബാലൻസ് വല്ല തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രണ്ടിലേക്ക് മറിഞ്ഞു വിടാൻ വല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഏതെങ്കിലും ചെവരിൽ കാല് താങ്ങി ആദ്യം കൈകളെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് കൈക്കൊരു ബലം കൊടുക്കുക. എന്നിട്ട് മാത്രമേ ആദ്യമായി ചെയ്യുന്ന ആൾക്കാർ ചെയ്യാൻ പാടുള്ളൂ. യോഗ ഇപ്പം അല്ലെങ്കിൽ കൈക്ക് അത്യാവശ്യം ഹാൻഡ് പവർ ഉള്ള ആൾക്കാർക്ക് ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല. കൈക്കൊരു ബാലൻസ് വരണം. ചെയ്ത് ഓട്ടോമാറ്റിക്കലി കൈക്കൊരു ബാലൻസ് വരണം. ഓക്കെ, എല്ലാവരും സേഫായിട്ട് യോഗ ചെയ്യുക. അടുത്തൊരു ആസനയുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, നമസ്കാരം.